എല്ലാ സബ്സ്റ്റൻസും പല രീതിയിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക്, ദെൻ ഡയാമാഗ്നറ്റിക്, ദെൻ ഫെറോമാഗ്നറ്റിക്, ദെൻ ആൻറ്റി ഫെറോമാഗ്നറ്റിക്, വെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നു. പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതേപോലെ ഇത് എന്തുകൊണ്ടാണ്, ഏത് സബ്സ്റ്റൻസാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് വൺ അൺപെയ്ഡ് ഇലക്ട്രോൺ. ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ, മിനിമം ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. ആ സബ്സ്റ്റൻസ് മാത്രമാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുക. അപ്പോൾ വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള സബ്സ്റ്റൻസ് മാത്രമാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുക. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ എക്സാമ്പിൾസ് ഓഫ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ലിക്വിഡ് O2, ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജനിൽ നമുക്ക് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്, സോ ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക്. അതേപോലെ Cu2+ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആണ്, Fe3+ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആണ്, Cr3+, Ni2+, അതേപോലെ വനേഡിയം ഓക്സൈഡ്, വനേഡിയം ഡയോക്സൈഡ്, CuO, ഇത്രയും എക്സാമ്പിൾസ് ഓർമ്മിക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വീക്ക്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് വീക്ക്ലി റിപ്പൽഡ് ആണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ആ സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് എന്ന് പറയാം. സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയ്ഡ്, അതായത് മിനിമം ദർ ഈസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് മാത്രമാണ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുക. അതായത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സബ്സ്റ്റൻസിൻ്റെ പുറത്തുകൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് എന്ന് പറയാം. എക്സാമ്പിൾസ് ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമുക്കറിയാം, വാട്ടർ H2O, അതിൽ there is no unpaired electron. അതേപോലെ NaCl, there is no unpaired electron. അതേപോലെ ബെൻസീൻ C6H6, there is no unpaired electron. All electrons are paired. അതേപോലെ TiO2 and N2. N2 means nitrogen. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് പൊസസ് വെരി സ്ട്രോങ് അട്രാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അതായത് ദിസ് ഈസ് ദ എക്സ്ട്രീം കേസ് ഓഫ് പാരാമാഗ്നറ്റിസം. മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അയോൺസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു സ്മോൾ റീജിയൻ, ഇതിനാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഈ ഡൊമൈൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് റാൻഡംലി അറേഞ്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, റാൻഡംലി അറേഞ്ച്ഡ് ആണ് ഡൊമൈൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ അലൈൻമെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പറയാം ഡൊമൈൻസ്, ദ അലൈൻമെൻറ്റ് ഓഫ് ദ ഡൊമൈൻസ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ടാണ് നമുക്ക് ഫെറോമാഗ്നറ്റിസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റിറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വൺ സച്ച് എ മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ്, ഇറ്റ് റിമൈൻസ് പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ് എന്ന് പറയാം. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക ആരോ മാർക്സ് കൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫെറോ മാഗ്നറ്റിക്സിൽ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇത് ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് മ്യൂച്വലി ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ മാക്സിമം മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കാണിക്കുന്നു എന്ന് പറയാൻ കഴിയും. സോ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾസ് ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ അയേൺ, കോബാൾട്ട്, നിക്കൽ, അലോയ്സ് ഓഫ് അയേൺ, അതേപോലെ ക്രോമിയം ഡയോക്സൈഡ് CrO2. ഈ സബ്സ്റ്റൻസ് നമുക്കറിയാം സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം.
Antiferromagnetism, it arises due to the alignment of magnetic domains in opposite direction and the resulting moment is zero. അതായത് in antiferromagnetic substance the magnetic moments are mutually cancelled each other. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കാണാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് മ്യൂച്വലി ക്യാൻസൽ ചെയ്യുന്നതായി കാണാൻ കഴിയും. എക്സാമ്പിൾ എന്ന് പറയുന്നത് MnO, MnO2, Mn2O3, FeO, NiO, CuO. ഇത്രയും എക്സാമ്പിൾസ് ആണ് ഓർമ്മിക്കേണ്ടത്. നമ്മൾ ഓർമ്മിക്കേണ്ടത് ആൻറ്റിഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ക്യാൻസൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽ ഈച്ച് അതർ. അടുത്തതാണ് ഫെറി മാഗ്നറ്റിസം. അതായത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അലൈൻമെൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ അൺഈക്വൽ നമ്പേഴ്സ് റിസൾട്ടിങ് ഇൻ എ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ കഴിയും. അതെന്ന് പറയുന്നത് മ്യൂച്വലി ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല എന്ന് കാണാം. അതായത് അൺഈക്വൽ നമ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകും, പക്ഷേ ഇവിടെ നമുക്ക് മ്യൂച്വൽ ക്യാൻസലേഷൻ കാണാൻ കഴിയില്ല. സോ ഇതുകൊണ്ട് നമുക്കിതിനെ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതായത് ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കുന്നു. ഈ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് കമ്പയർഡ് ടു ദ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് that is weakly attracted by the magnetic field when compared to that of the ferromagnetic substance എന്ന് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ Fe3O4 അതായത് മാഗ്നറ്റൈറ്റ് ആണ്, ഓർ ഓഫ് അയൺ ആണ് മാഗ്നറ്റൈറ്റ്. അതേപോലെ MgFe2O4 ആൻഡ് ZnFe2O4 ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്.